വാസ്കോഡ് ഗാമ went to the drama. പുതുവർഷം കാണാൻ തമിഴേലുമ്മ. നാളത്തെ മേളം കേൾക്കാനോ നമ്മൾ നേരുന്നേ ഒന്നായി ഒരു നൂറുമ്മ. ചീലെ മച്ചുനനെ കച്ചമുറുക്ക് തപ്പുകളും തകിലുകളും പൊഴുതി മുറുക്ക്. കുത്തഴിയും നാളുകളെ കൊത്തിയെടുക്ക് പട്ടണവും ജീവിതവും കഴുകി മിനുക്ക്. സിലും സിലും താളത്തിൽ പതഞ്ഞു പൊങ്ങാം. പതഞ്ഞൊരി തീരത്തോ പറന്നിറങ്ങാം. പറക്കും ഈ ലോകത്തെ വിലക്കെടുക്കാം. ഇറങ്ങിവ ഒരുങ്ങിവ മിനുങ്ങിവ ഇന്നല്ലേ വേള. വാസ്കോഡ് ഗാമ went to the drama. പുതുവർഷം കാണാൻ തമിഴേലുമ്മ. നാളത്തെ മേളം കേൾക്കാനോ നമ്മൾ നേരുന്നേ ഒന്നായി ഒരു നൂറുമ്മ. So once again, I would like to welcome you all to Tamar Padar. So ഏതായാലും ഒരു പാട്ട് കേട്ട സ്ഥിതിക്ക് ഒരാളെ കൂടെ എന്തായാലും നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യലാണ്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരാളെ നമുക്ക് വെൽക്കം ചെയ്യണം. ശരിക്കും ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു സിംഗർ ഈ ഒരു ക്രൂവിലുണ്ട്. അതായിരിക്കും ഞങ്ങൾ അറിയാതെ ഞങ്ങളെ വെല്ലുന്ന ഒരു സിംഗർ എന്ന് എല്ലാവരുടെ മനസ്സിലാണോ? എന്നെ നോക്കിട്ട് ലൈറ്റ് എന്ന് ആരെങ്കിലും പറയും. എന്നാ സുധി എന്നാ Let's welcome Sudhi S. Das. വിശ്വസിച്ചില്ല. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടാ വന്നിട്ടില്ല. ആദ്യം പാട്ടിലേക്ക് പോവാം. അതിനുശേഷം ഇപ്പൊ നിങ്ങൾ അയ്യേ എന്നൊക്കെ പറഞ്ഞല്ലോ. സുധി ചേട്ടാ ഒരു നമ്മുടെ എല്ലാവരുടെയും ലൈഫ് ഇസ് വെരി 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 ബ്യൂട്ടിഫുൾ. അതെ, സ്കൂളിൽ പോവാത്ത ആളുകൾ അതാണ് ഞാനും ആലോചിക്കുന്നത്. ഇതെന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവില്ലല്ലോ. എത്ര വർഷമായി ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. നിങ്ങളൊരു വലിയ ഗായകനായിരുന്നു. എക്സ്ക്യൂസ് മീ, ഇനി പറഞ്ഞു കേൾപ്പിക്കുക എൻസൈക്ലോപീഡിയയും അതുപോലെ തന്നെ ലിങ്കും കാര്യങ്ങളൊന്നും നിങ്ങൾക്കൊന്നും തരണമൊന്നുമില്ല. നേരിട്ട് ഞങ്ങൾ ആ പാട്ടിലേക്ക് പോവാണ്. സുധിച്ചേട്ടാ തുടങ്ങട്ടെ, പാടൂ പ്ലീസ്. അല്ല, കായലിൽ കഴുത്തറ്റം വെള്ളത്തിൽ കിടക്കണായിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിക്കും സാധകം ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ അണ്ണ സാധകം ചെയ്യണം. ഇല്ലടാ, ഞാൻ കക്ക വരാൻ വന്നാണ്. പക്ഷെ ഇപ്പൊ താക്കോന്നും പറഞ്ഞ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ചവിട്ടി താഴ്ത്താനാണോ അതോ എടുത്തു പൊക്കാനാണോ ഉള്ള അവസരം നിങ്ങൾക്ക് കിട്ടാൻ പോണെന്നുള്ളത് ഒന്നും കൂടെ രണ്ട് ചെവികളും തുറന്നു വെച്ച് ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ തമ്മിലുള്ള പ്ലാനിങ് പാടി കേക്കട്ടെ. കാണാനഴകുള്ള മാണിക്കുയിലേ, കാടാറു മാസം കഴിഞ്ഞില്ലേ. കാണാനഴകുള്ള മാണിക്കുയിലേ, കാടാറു മാസം കഴിഞ്ഞില്ലേ. അങ്കണത്തൈ മണിമാവിന്റെ കൊമ്പില് പെൺകുയിലാടുത്തു വന്നാട്ടെ, നിന്റെ പെൺകുയിലാടുത്തു വന്നാട്ടെ. കാണാനഴകുള്ള മാണിക്കുയിലേ, കാടാറു മാസം കഴിഞ്ഞില്ലേ. ഞാനൊന്നും ജനിച്ചിട്ടില്ല. അന്ന് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ പാടി ഫസ്റ്റ് വാങ്ങിയ പാട്ടാണിത്. കല്ലിനുള്ളിലെ ഉറവയുണങ്ങും കല്ലല മുഴുകി കുളിരരുവി. കല്ലിനുള്ളിലെ ഉറവയുറഞ്ഞു കല്ലല മുഴുകി കുളിരരുവി. കല്ലുമലിയുന്ന പാട്ടു ചുരത്തുന്ന ചെല്ലക്കുടവുമായി വന്നാട്ടെ. കല്ലുമലിയുന്ന പാട്ടു ചുരത്തുന്ന ചെല്ലക്കുടവുമായി വന്ന
വന്നാട്ടേ നിന്റെ ഉള്ളോർ കുടവുമായി വന്നാട്ടേ കാണാനഴകുള്ള മാണിക്യക്കുയിലേ കാടാറു മാസം കഴിഞ്ഞില്ലേ പോരെ അങ്ങനെ വിട്ടാൻ പറ്റില്ല. സഹിക്കാൻ പറ്റുന്നില്ല. ഏതെങ്കിലും പൊട്ടക്കണച്ച് കൊണ്ടിടാം. അല്ലെങ്കിൽ ഇത്ര 9 പെമ്പിള്ളേർ മുമ്പ് എന്നെ ഷൈൻ ചെയ്യാൻ പാടില്ല. എനിക്ക് ഞാനിത് ആദ്യമായിട്ടാണ് പബ്ലിക്കില് ഇത്രയും 10-20 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ പാടിയിട്ടൊന്നുമില്ല. അല്ല, ഞാൻ ഒരു ഒറ്റ കാര്യം പറഞ്ഞോട്ടെ സുധിയാണ്, സീരിയസ് ആയിട്ട്. ഇവിടെ ഒരു പാടുണ്ട്, ഇവിടെ ഒരു പാടുണ്ട്, കണ്ണിന്റെ അവിടെ പാടുണ്ട്, കവളിൽ ഒരു പാടുണ്ട്. ഇല്ല ചെറുപ്പത്തിൽ കൂടുതലായിരുന്നു. ലൈൻസ് ആയത് കാണാനുള്ള മാണിക്യക്കുയില് ഇത് കുയില് കേട്ട് കൊത്തിയതാണ്. ഞാൻ എന്റെ മോളെ കുറിച്ച് പാടിയതാ. ഓക്കെ, ഇടത് കാല് മുന്നോട്ട് വെച്ച്, ഇടത് കൈ മുന്നോട്ട് ഇങ്ങനെ വെച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കി 3, 4 അങ്ങനെ ടമാർപടാറില് നമ്മൾ ഇനി ഗെയിമിലേക്ക് കടക്കാൻ പോവാണ്. അപ്പൊ ഗെയിമിന്റെ പേരറിയണ്ടേ? സ്റ്റിക്കി ഡാൻസ്. സ്റ്റിക്കി ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് അബദ്ധവശാൽ ഞാനൊന്ന് എക്സാമ്പിൾ പറഞ്ഞത് ഈ കോപ്പി അടിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കാറുണ്ട് ചില സ്റ്റിക്കി നോട്ട്സ്, അറിയില്ലേ? ഇങ്ങനെ പശയുള്ള ചില പേപ്പേഴ്സ്, ചെറിയ ചിറ്റ്സ്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റിക്കി നോട്ട്സ് നിങ്ങൾക്ക് തരും. 3 minutes ടൈം ആയിരിക്കും. സുധിച്ചേട്ടനെ നമ്മളിവിടെ കൊണ്ടു നിർത്തുന്നു, നോബിച്ചേട്ടനെയോ പ്രതീഷിനെയോ നമ്മളിവിടെ കൊണ്ടു നിർത്തുന്നു. അതായത് 3 minutes ടൈം. അതിനുള്ളിൽ ഈ സ്റ്റിക്കി നോട്ട്സ് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ഏറ്റവും ഭംഗിയായിട്ട് ഒട്ടിക്കണം. ലാസ്റ്റ് ആ ആള് ബാക്കിയുള്ള ടീം മെമ്പേഴ്സിന്റെ കൂടെ ഡാൻസ് ചെയ്യണം. ഡാൻസ് ചെയ്യുന്ന ടൈമിൽ ഏതെങ്കിലും പൂവാണ് താഴെ വീഴുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കൂട്ടില്ല. ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ അത് സ്റ്റിക്ക് ചെയ്യുന്ന സ്റ്റിക്ക് ചെയ്യുന്ന ആളായിരിക്കും വിന്നറായിട്ട് വരിക. അത് നല്ലപോലെ ഡാൻസ് ചെയ്യും വേണം. താഴെ വീണ് കഴിഞ്ഞാൽ അത് നമ്മൾ കൗണ്ട് ചെയ്യില്ല. ഓക്കെ, സിമ്പിൾ ഗെയിം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഇവിടുന്ന് ഒരു തർക്കമില്ല. സുധിച്ചേട്ടനാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ആരാ വരാൻ പോണേ? അപ്പൊ ഗെയിമിന്റെ റൂൾ എന്ന് പറയുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, മാക്സിമം നമ്പർ ഓഫ് സ്റ്റിക്കേഴ്സ്, അതാണ് നമ്മുടെ ആവശ്യം. താഴെ വീണ് കഴിഞ്ഞാൽ അത് നമ്മൾ കൗണ്ട് ചെയ്യില്ല. മാക്സിമം നമ്പർ ഓഫ് സ്റ്റിക്കേഴ്സ്, 3 minutes ടൈം. യെസ്, പറയൂ. എല്ലാരും കൂടെ ഒരുമിച്ച് ഒട്ടിക്കാവോ? ഒരു ടീം ആയിരിക്കും മറ്റു ടൈം ഇവിടെ വന്ന് പെർഫോം ചെയ്യണേ. ഒരാള് സെന്ററിൽ നിൽക്കും, അത് മെയിൽ ആയിരിക്കും. ബാക്കിയുള്ളവര് പെട്ടെന്ന് ഒട്ടിച്ചുകൊണ്ടിരിക്കുക. ഒരു നല്ല രീതിയിൽ ഒട്ടിക്കുക. ആൻഡ് നമ്പർ ഓഫ് സ്റ്റിക്കേഴ്സ് നിങ്ങൾ സ്റ്റിക്ക് ചെയ്യുന്നു, അതിലാണ് കാര്യം. അപ്പോ ഈ ടീമിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നോബി ചേട്ടനും ബാക്കിയുള്ളവരും വരും, പ്ലീസ്. കാണാനുള്ള മാണിക്യക്കുയിലേ. On your mark, get set, go. ഹലോ നോബി ചേട്ടൻ, അവിടെ അറ്റൻഷൻ ആയിട്ട് നിൽക്കണം. നിൽക്കണോ മനുഷ്യ? മഞ്ജു ഇളകി പോകുന്നു. മഞ്ജു, ഈ പറഞ്ഞ സ്ഥലത്ത് നീ ഒട്ടിച്ചാൽ മതി. നിനക്ക് പറഞ്ഞ സ്ഥലത്ത് ഒട്ടിച്ചാൽ മതി. നിന്നോട് ഏൽപ്പിച്ച സ്ഥലത്ത് ഒട്ടിച്ചാൽ മതി. അവിടെ പോകുന്നു മൊത്തം. എനിക്ക് തോന്നുന്നു സ്കിന്നിൽ ഒട്ടിച്ച ഇത്രയും കൂടി നേരം ഇരിക്കും. ചതിച്ചാ സാറേ, ചതിച്ചു. പശയില്ലാത്ത പേപ്പർ തന്നത് പ്രൊഡ്യൂസർ നമ്മളെ ചതിച്ചു. ഇതാണ് കള്ളക്കളി. അവിടെ പോയി ഇരിക്കണോ? അങ്ങനെ തന്നെ വേണം. ശ്വാസം വിടാനുള്ള ഗ്യാപ്പ് ഇട്ടേക്കണേ പ്ലീസ്.
നിങ്ങൾ വെച്ചാൽ പത്ത് കൂടുതൽ കാണൂലല്ലോ. വേണ്ട, 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 വേണ്ട. ആ വിരലിടേന്ന് പറിച്ചു കളഞ്ഞേ. ഒട്ടിച്ചേക്കല്ല അത് വിരലെടുത്തേക്ക്. കള്ള ഇത് സമ്മതിക്കില്ല കേട്ടോ. ഇടയിലൊക്കെ കുരുത്ത് വേടി. ശരിയില്ല കേട്ടോ. എല്ലാം പോവാ. ഈ സ്റ്റോപ്പ് എനിക്ക് തോന്നുന്നു ഇവിടെ ഒട്ടിച്ചതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഫ്ലോറിലാണ് ഇവർ ഡിസൈൻ ചെയ്യാൻ നോക്കിയെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോ ടീം മെമ്പേഴ്സ് രണ്ടുപേരും ഇപ്പുറത്ത് വെക്കൂ. ഇനിയാണ് നമ്മുടെ റിയൽ ഗെയിം. ചിരിക്കല്ലേ, ഈ ചിരിയുടെ രസം കൊണ്ട് ചിരിച്ചു തണുപ്പൂ. ഓക്കെ, അപ്പൊ ഡാൻസിലേക്ക് നമ്മൾ പോവാണ്. ഡാൻസ് കൂടെ കഴിഞ്ഞാലാണ് എത്ര എണ്ണം ബോഡിയിൽ അവശേഷിക്കുന്നു എന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇനി എന്താ ഒട്ടിക്കുന്ന ടൈം കഴിഞ്ഞു. Ready? 1, 2, 3, start. എല്ലാവരും slow motion dance പറ്റില്ല. Slow motion dance പറ്റില്ല. Slow motion dance പറ്റില്ല. ബോഡി നന്നായി ഇളകി കളിച്ചില്ലെങ്കിൽ അത് ഫൗളാണ്. എല്ലാവരും ഇളകി കളിക്കണം. കെട്ടി നിന്നെ കെട്ടാനേ വെടിപ്പല്ല കെട്ടി തിന്നാനേ വീട്ടാരും കൂടെയുണ്ട് കൂടിയിട്ടുണ്ട് ആശപ്പും കൊട്ടാരം വിണ്ണോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും കുത്ത് വിണ്ണു കെട്ടിക്കൊണ്ടേ പോകാൻ ആക്ച്വലി ഡാൻസ് വേണ്ടത്ര രീതിയിൽ കളിച്ചില്ല എന്നാണ് നമ്മുടെ PCR നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. എന്റെ പേര് പ്രഭുദേവെന്നല്ല. കൗണ്ട് ചെയ്യാം. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചീട്ടെടുക്കണ ഒരു തത്തയായിരുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9. ബാക്കിലൊന്നുമില്ല. 10. Wait. 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22. ഓക്കെ, ഈ ഡാൻസില് അവരുടെ പെർഫോമൻസിന് ശേഷം എത്ര സ്റ്റിക്കേഴ്സ് അവരിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യം 22 സ്റ്റിക്കേഴ്സ് ആണ്. ഈ ഭാഷയിലെന്ന് പറഞ്ഞിട്ട് ഇളവുണ്ട്. ഓക്കെ, അടുത്ത ടീമിനെ നമ്മൾ വെൽക്കം ചെയ്യാണ്. പോയി അവിടെ ഇരുന്നാലും ഫ്ലോർ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലല്ല, ഞാൻ അങ്ങനെ ഒട്ടണ ആളല്ല. അപ്പൊ സുധിച്ചേട്ടന്റെ ടീമാണ്. സുധിച്ചേട്ടൻ എന്തിനും റെഡി എന്ന ആറ്റിറ്റ്യൂഡിൽ നിൽക്കാണ്. വേഗം പൊട്ടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് സുധിച്ചേട്ടൻ നിൽക്കുമ്പോൾ നിങ്ങൾ റെഡിയാണോ? സോ ലെറ്റ്സ് സ്റ്റാർട്ട്. റെഡി? 1, 2, 3, സ്റ്റാർട്ട്. ദേഹത്തെ മുഴുവൻ ഒട്ടിക്കാം. കയ്യിൽ മാത്രമല്ല, കൈ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്. മറ്റേ ടീം, അതായത് നോബിച്ചേട്ടന്റെ ടീം, 2 സ്റ്റിക്കേഴ്സ് ആണ് സ്റ്റിക്ക് ചെയ്യുന്നത്. മാത്രം പൊട്ടിക്കാൻ നോക്കരുത്. ഷർട്ടിലും അങ്ങനെ എല്ലാവിടെയും പൊട്ടിക്കണം. മാക്സിമം പൊട്ടിക്കാട്ടോ. കാരണം നിങ്ങളൊരു 1000 എണ്ണം ഒട്ടിച്ചാൽ ഒരു 20 എണ്ണം അവിടെ ആവുള്ളൂ. അപ്പൊ എനിക്ക് പറയാനുള്ളത് കോമ്പറ്റീഷൻ സ്പിരിറ്റില് എങ്ങനെയെങ്കിലും ഒരു 23 ഒട്ടിക്കാം. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വേണ്ട. ശരിക്കും റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാട്ടോ. 23 ഒരിക്കലും എയിം ചെയ്യരുത്. മാക്സിമം നമ്പർ ഓഫ് സ്റ്റിക്കേഴ്സ് നിങ്ങൾ സ്റ്റിക്ക് ചെയ്യാം. ഇവരിത്രയും സ്ട്രാറ്റജിക്കലി ആണ് മൂവ് ചെയ്യണേ. അത് ഇവരുടെ ഒരു ലെഫ്റ്റ് ഹാൻഡ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പണ്ട് ചീട്ട് കളിച്ച് നല്ല ശീലം ഉണ്ടോന്നിരിക്കുന്നു.
കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഉണ്ടെങ്കിലും ഓപ്പോസിറ്റ് ടീം പെർഫോം ചെയ്യുമ്പോൾ ചിയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു മറ്റു ടീം പെർഫോം ചെയ്തപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ ഇവർക്ക് ടൈം കിട്ടി. സോ യുവർ ടൈം ഇസ് ഓവർ നൗ. Boom, boom, robo-da, robo-da, robo-da. ശരി, അപ്പൊ ഇനിയാണ് നമ്മുടെ റിയൽ പെർഫോമൻസിലേക്ക് നമ്മൾ കിടക്കാൻ പോണേ. ഡേഞ്ചറസ് അതൊക്കെയാണോ പെർഫോം ചെയ്യാൻ പോണേ? അനങ്ങി കളിക്കുന്ന ഡാൻസ് കളിക്കുമ്പോൾ അനങ്ങി കളിക്കും. എന്തോ നീ കളിച്ചെങ്ങനെയാന്ന് എനിക്കറിയാം. ഓക്കെ, സോ ഇനി നിങ്ങൾ 4 പേരും ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യണം, ഡാൻസ് ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഭയങ്കര അനക്കമാണല്ലോ. പെൺപിള്ളേർ ഇറങ്ങുന്നുണ്ട്, പുള്ളി ഇറങ്ങുന്നില്ല. വെരി സ്ട്രാറ്റജിക്കൽ മൂവ് എന്ന് വേണം പറയാൻ. പക്ഷെ ഇവര് ഇവര് ഡാൻസ് ചെയ്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യം സുധിച്ചേട്ടൻ ചെറുതായിട്ടുള്ളൂന്നുണ്ടെങ്കിൽ പിന്നെ ഇവര് നല്ല ഐഡിയ ആയിരുന്നു അവരുടെ. ഓക്കെ, അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്യാം. 137. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 ഞാൻ കളഞ്ഞ് 40. Okay, so total is 48. നോബിച്ചേട്ടൻ പറഞ്ഞു പ്രഭുദേവി അല്ല എന്നുള്ളത്. പക്ഷെ ഞാൻ പ്രഭുദേവിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കിണക്കൻ ഡാൻസ് എല്ലാരും കൂടെ അല്ലേ വീണമോളെ അണ്ണ എന്റെ മോള് പറയണ പോലെ ഞാൻ കളിക്കും. ചൂടാറിനേക്കാളും മുന്നേ കൈയോടെ കൂടെ കൊടുത്തോളൂ. കൊടുക്കാനുള്ളത് എന്തോ കൊടുക്കാനില്ലേ? കടങ്ങളൊന്നും ബാക്കി വെക്കരുതെന്നാ. അപ്പൊ ഓക്കെ, നിങ്ങൾ ആലോചിച്ചോളൂ. ഈ ആലോചിച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കണം. 1/2 കിലോ അല്ല, 1 കിലോ അല്ല, 2 കിലോ അല്ല, ഒരു ചാക്ക് പണിയാണ് ഇവർക്ക് വരാൻ പോണെന്നുള്ളത്. കൊടുക്കാൻ പോവാ. വളരെ ചെറിയ രസകരമായ ഒരു പണിഷ്മെന്റ് ആണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. അതായത് ഒരു കുഞ്ഞ് ആട്ടിൻകുട്ടിയായി പ്രതീക്ഷ നിൽക്കുന്നു. പ്രതീഷിനെ മേയിച്ചുകൊണ്ട് ആട്ടിടനായി നോബി അണ്ണൻ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ദാ നായിക എത്തുന്നു, ലക്ഷ്മി ചേച്ചി. ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട്. ഏറ്റെടുക്കുന്നു.
ആദ്യം ആടിനെ കറക്കും, പിന്നെ മേയാൻ വിടും. റെഡി റെഡി പ്രതീക്ഷ നിക്കടാ. Come on. നോബിച്ചേട്ടാ, പാട്ടിടേട്ടാ. മുട്ടൂത്ര. ആ, നമ്മുടെ ആടെ. ആടെ പെണ്ണുങ്ങളാണ് ആടെ. കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടെ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടി മറന്നൊന്നും ചെയ്തുകൂടാ. കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടി മറന്നൊന്നും ചെയ്തുകൂടാ. ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടോ മലാളി. ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടോ മലാളി. കാനന ഛായയിലാടുമേക്കാൻ പാടില്ല പാടില്ല നമ്മൾ പാടി മറന്നൊന്നും ചെയ്തുകൂടാ. ആ മമ്മദ് അടിപൊളി. ഒരു പ്രത്യേക അറിയിപ്പ്, അടുത്ത പെരുന്നാൾ ഈ ആടിന് ഞാൻ വെട്ടാൻ കൊടുക്കും. എന്താണല്ലേ ഒരു പ്രൈവസി കൊടുക്കാത്ത ആട്. മിണ്ടുമ്പോ കട്ടുമ്പായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. എന്നിട്ട് ആട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, ഇങ്ങനെ കൈ പിടിച്ച് ചുമക്കും, അതിനിടയിൽ നുഴഞ്ഞു കയറാൻ നോക്കും. എന്താണ് ഇവിടെ? അപ്പൊ ഇനി കോമ്പറ്റീഷൻ ഗെയിം അങ്ങോട്ട് കൂടെയുള്ള പണിയൊടുക്കലൊക്കെ നമുക്ക് മാറ്റാം. വീണ ചേച്ചി, നമുക്കായിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, അതായത് ഓരോ തവണ ഓരോ വെറൈറ്റി നമ്പേഴ്സ് ആയിട്ടാണ് വീണ ചേച്ചി വരാറില്ല. ഇതിനു മുമ്പ് സെലിബ്രിറ്റി ലീഗിൽ വന്ന് ചെണ്ട കൂട്ടി, ഇതിനു മുമ്പ് ആണി നൃത്തം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്കായിട്ടൊരു പാട്ട് പാടും. അതാണ് പിന്നെ എപ്പൊ പാടിയെന്ന് ചോദിച്ചാൽ ഈ പാട്ടിന് വെച്ചാൽ എല്ലാവരും കൂടെ കൂടണം. പക്ഷെ കൂടെ കൂടുന്ന വെച്ചാൽ അവരുടെ ഒരു ഫുൾ സപ്പോർട്ട് വേണം. ഇരുന്ന് പറ്റില്ല. സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഞങ്ങൾ ഏറ്റു അല്ലേ? കോഴിക്കോട്ടങ്ങാടിയിലെ കോയക്കാന്റെ കടയിലെ ആഹാ, കോയിന്റെ കറിയുടെ ചാറ്, പായ്ക്ക വറുത്തത് ചോറ്. കോഴിക്കോട്ടങ്ങാടിയിലെ കോയക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ ചാറ്, പായ്ക്ക വറുത്തത് ചോറ്. കൊച്ചിലങ്ങാടിയിലുള്ള കൊച്ചക്കാന്റെ ഹോട്ടലിലെ വെച്ചുള്ള കരിമീന്റെ ചാറ്, മുന്നിലെ മാറും നമ്മുടെ മോര്. അമ്പലക്കുളങ്ങര എംബ്രാന്റെ ഹോട്ടലിലെ തുമ്പപ്പൂ പോലുള്ള ചോറ്, എംബ്രാന്തി വെച്ച സവാറ്. കൊല്ലത്തുള്ള ചിന്നക്കടയിലെ പുള്ളിക്കാരൻ പിള്ളേച്ചന്റെ അവിയല് പൊരിയല് തീയല് കണ്ടാൽ പോലെ കപ്പല് മൂളി വരുന്നൊരു ചേല്. കൊല്ലത്തുള്ള ചിന്നക്കടയിലെ പുള്ളിക്കാരൻ പിള്ളേച്ചന്റെ അവിയല് പൊരിയല് തീയല് കണ്ടാൽ പോലെ കപ്പല് മൂളി വരുന്നൊരു ചേല്. കോഴിക്കോട്ടങ്ങാടിയിലെ കോയക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ ചാറ്, കോഴിക്കോട്ടങ്ങാടിയിലെ കോയക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ ചാറ്, വരയ്ക്ക വറുത്തത് ചോറ്. കൊച്ചിലങ്ങാടിയിലുള്ള കൊച്ചക്കാന്റെ ഹോട്ടലിലെ വെച്ചുള്ള കരിമീന്റെ ചാറ്, മുന്നിൽ വെച്ചാലും മാറും നമ്മുടെ മോര്. അമ്പലക്കുളങ്ങര എംബ്രാന്റെ ഹോട്ടലിലെ തുമ്പപ്പൂ പോലുള്ള ചോറ്, കൊല്ലത്തുള്ള ചിന്നക്കടയിലെ പുള്ളിക്കാരൻ പിള്ളേച്ചന്റെ അവിയല് പൊരിയല് തീയല് കണ്ടാൽ പോലെ കപ്പല് മൂളി വരുന്നൊരു ചേല്. കൊല്ലത്തുള്ള ചിന്നക്കടയിലെ പുള്ളിക്കാരൻ പിള്ളേച്ചന്റെ അവിയല് പൊരിയല് തീയല് കണ്ടാൽ പോലെ
ഒരു ചോറെന്ന് പറഞ്ഞപ്പോ എത്ര ഉമ്മ. ദൈവം വെച്ചിട്ട് ചോറും കറിയും കൊടുത്തപ്പോ എന്തൊരു സ്നേഹം. ചേട്ടൻ എവിടെയോ പരിപാടി അവതരിപ്പിച്ചിട്ട് മുട്ടേറ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടല്ലോ. ശരിയാണോ? എവിടെയെങ്കിലും പരിപാടി അവതരിപ്പിച്ചിട്ട് ഇവളെങ്ങനെ അറിഞ്ഞു? നോബി ചോദിക്കണേ ഏത് സ്റ്റേജാന്ന് ചോദിക്കടാ. ഏത് സ്റ്റേജാണ്? കാരണം നമുക്ക് അത് ഓർമ്മയില്ല എത്രത്തോളം സ്റ്റേജിൽ മുട്ട എറിയണമെന്നൊക്കെ പറയണത് അതൊരു സങ്കല്പം മാത്രമാണ്. അല്ലല്ല, എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്നങ്ങ് നിർത്തി പൊയ്ക്കുള്ള അത് മതിയായിരുന്നടാ. ഞങ്ങളെ അതെനിക്കൊരു അടുത്ത കാര്യം പറഞ്ഞ കിട്ടിയിട്ടുണ്ടോന്ന് ചോദിച്ചപ്പോ നോബി കള്ളം പറഞ്ഞു. എനിക്ക് ഇല്ല, സീരിയസ് ആയിട്ട് ഞാൻ തക്കാളി ശരി, അപ്പൊ എന്തായാലും അടുത്ത ഗെയിമിന്റെ പേര് ജമ്പിങ് എക്സ്. ഓക്കെ, പരമേശ്വരൻ നായർ. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് പറഞ്ഞ എന്ത് മനസ്സിലാവും? പറയട്ടെ, ജമ്പിങ് എക്സ് എന്ന് പറയുമ്പോ മുട്ടച്ചാട്ടം എന്ന് പറയും. അപ്പൊ ഈ മുട്ടേറ് കിട്ടിയിട്ടുള്ളതുകൊണ്ട് സുധിച്ചേട്ട ടീം ഇതും സേഫ് ആയിരിക്കും, കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഇതില്. അപ്പൊ ഇനി ഈ മുട്ട വെച്ചിട്ടുള്ള ഈ ഗെയിം എങ്ങനെയാണെന്നുള്ള ഡെമോയിലേക്ക് നമുക്ക് പോവാം അല്ലെ. ആദ്യം മുട്ട പോരട്ടെ. അങ്ങനെ നമ്മുടെ ടമാർപ്പടാറില് അടുത്തതായിട്ട് ജമ്പിങ് എക്സ് ആണ്. മീൻസ് അടുത്ത ഗെയിമിന്റെ പേര് അതാണ്. എനിക്ക് തോന്നുന്നു മുട്ട വെച്ചിട്ട് പലരും പല ഗെയിമും ചെയ്തിട്ടുണ്ടാവും, ബട്ട് ഇങ്ങനത്തെ ഒരു ഗെയിം ഇത് ആദ്യമായിട്ടായിരിക്കും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ്. അപ്പൊ ഈ ഗെയിമിനെ പറ്റി ഞാൻ പറഞ്ഞു തരട്ടെ. നോബി ചേട്ടാ ഇപ്പൊ ഓംലെറ്റ് അടിക്കാൻ ഞാൻ സമ്മതിക്കില്ല, മുട്ടയിലേക്ക് തന്നെ നോക്കിയിരിക്കണ്ട. ശരി, അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ടീമില് എത്ര പേരുണ്ട്? ഒരു ടീമില് 5 പേര്. അപ്പൊ 2 പേര് സെറ്റ് ആയിട്ട് നിൽക്കണം, ഒരാള് അവിടെ നിൽക്കണം. ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്നത് മോസ്റ്റ്ലി ടീം ലീഡർ, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അദ്ദേഹം ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കെട്ടി ഏപ്രിൻ പോലെ ഇതിങ്ങനെ കെട്ടിയിട്ട് ഈ മുട്ട കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കണം. ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്. നമ്മളൊരു ടവൽ എടുക്കുന്നു. ഈ ടവൽ എടുത്തതിന് ശേഷം 2 പേരുണ്ടാവുമല്ലോ അപ്പുറത്തും ഇപ്പുറത്തും, അവര് ഇവിടുന്ന് മുട്ട ഞാൻ വെച്ച് തരും. അവിടുന്ന് അപ്പുറത്തെ ആൾക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അവരുടെ മുകളിൽ കൂടെ വീണ്ടും അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് ഈ എഗ്ഗ് ഇങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. മുട്ട താഴെ പോവരുത്, ജസ്റ്റ് എറിഞ്ഞ് അപ്പുറത്തെ ആൾക്ക് കൊടുക്കണം. കൈകൊണ്ടല്ല, ഈ ടവല് 2 സൈഡിലും പിടിച്ചിട്ട്. അറ്റ് ലാസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീം ലീഡർ ഇവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എൻഡിങ് പോയിന്റിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു സ്പേസിലേക്കായിരിക്കണം മുട്ടയിട്ട് കൊടുക്കണ്ടേ. മുട്ടയിട്ട് കൊടുക്കണ്ടേന്ന് പറഞ്ഞ് എറിഞ്ഞു കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ മുട്ട എറിയുന്ന സമയത്ത് ഈ ഒരു ടവലിന്റെ ഹെൽപ്പോട് കൂടി ഇത് എറിയുന്ന സമയത്ത് മുട്ട താഴെ വീഴുകയാണെങ്കിൽ വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നമ്മൾ തുടങ്ങണം. ഓക്കെ, 5 മിനിറ്റ്സ് ടൈം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, 5 മിനിറ്റ്സ് ടൈമിൽ എത്ര തവണ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം റിപ്പീറ്റ് ചെയ്ത് വരാൻ പറ്റുന്നു, റൊട്ടേറ്റ് ചെയ്ത് വരാൻ പറ്റുന്നു, എത്ര എക്സ് നിങ്ങൾ ആ ഒരു ബൗളിൽ ഇടുന്നു, കൂടുതൽ നമ്പർ ഓഫ് എക്സ് ആ ബൗളിൽ ഇടുന്ന ടീം ആയിരിക്കും വിന്നേഴ്സ് ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ജമ്പിങ് എക്സ് എന്നുള്ള ഗെയിം, അതായത് മുട്ടച്ചാട്ടം നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പൊ എനിക്ക് പറയാനുള്ളത് മാക്സിമം എക്സ് കളക്ട് ചെയ്യാനായിട്ട് നോക്കുക. അവിടെ സുധിച്ചേട്ടനുണ്ട് എഗ് കളക്ട് ചെയ്യാനായിട്ട്. ദെൻ ഇവിടെ ഞാൻ ഈ എഗ് വെച്ച് തരുമ്പോൾ ഒരിക്കലും അടുത്ത് കൊണ്ടുപോയി അടുത്ത ടവലിനടുത്ത് വെച്ചിട്ട് ഇതിട്ട് കൊടുക്കരുത്, ജസ്റ്റ് ഇങ്ങനെ തന്നെ ചാടിച്ചു കൊടുക്കണം. ഓക്കെ, റെഡി അല്ലേ? സോ ജമ്പിങ് എക്സ് ഇതാ മുട്ടച്ചാട്ടം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഐ ആം ഗോണ പുട്ട് ദിസ് ഹിയർ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അടിപൊളി. എറിഞ്ഞോ, നിങ്ങൾ എറിഞ്ഞോ, ഞാൻ പിടിച്ചോളാം.
പോട്ടെ ആട്ടെ. ഓക്കേ, അടുത്ത് വാ. സുധീയുടെ മുട്ട വീണ്ടും പൊട്ടിയിരിക്കുകയാണ്. ഓക്കേ, ഗുഡ്, അടിപൊളി. പെടുക്കുക. ആ ഓക്കെ. അപ്പോ നോബി ചേട്ടാ ഓ റെഡിയാണോ? പിന്നെ 6 മുട്ട ഇട്ട് കഴിഞ്ഞാൽ ലക്ഷ്മി ചേച്ചി നിങ്ങൾ കൊടുക്കുന്ന 6 മുട്ട ബൗളിൽ ഇട്ട് കഴിഞ്ഞാൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ മാക്സിമം നിങ്ങൾ മുട്ട ഇടാൻ നോക്കുക. എന്നാലും 6 മുട്ട ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കും. അവര് 5 മുട്ട ബൗളിൽ ഇട്ടു, പ്ലസ് 9 മുട്ട താഴെ എറിഞ്ഞു പൊട്ടിച്ചു. ഓക്കെ, നല്ല മണമല്ലേ? ഫ്ലോറിൽ നല്ല സുഗന്ധ ഇങ്ങനെ പരന്നടക്കുക. ശരി, 1 2 3 സ്റ്റാർട്ട്. എവിടെയാണോ ഇവിടെ ചരിച്ചാലടാ എവിടെയാ പൊക്കിയടാ എന്താടാ എവിടെയല്ല അങ്ങനെ പൊക്കിയിട്ട അവിടെ നിന്ന് തന്നെ അറിയാം, അവിടെ നിന്ന് തന്നെ അറിയാം. അങ്ങോട്ട് പോകാൻ പാടില്ല, അങ്ങോട്ട് പോകാൻ
പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗെയിമിന്റെ റൂൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടെ കാണാനുള്ള അവസരങ്ങൾ കിട്ടി. കാരണം ഇവർ കളിച്ചപ്പോൾ ഇവർക്ക് ഇത്രയും കൂടെ കാണാൻ പറ്റി. ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 2 കൈയും ആ സ്കാർഫിൽ പിടിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എല്ലാ തവണയും നിങ്ങൾ കൈ വിട്ടിട്ടായിരുന്നു ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. അത് ഒന്നാമത്തെ പോയിന്റ്. പല പ്രാവശ്യം നമ്മളത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മുട്ട ഇങ്ങനെ തൊടിയിപ്പിച്ചില്ല എന്നുള്ള രീതിയിൽ ഇടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൂരെ നിന്നിട്ട് എറിയണം എന്നാണ് പറയുന്നത്. അതും നോട്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് തൊടരുതെന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നിങ്ങൾ റൈറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളത് ബൗളിൽ മൊത്തം 6 എഗ്സ് ഇവരുടെ വീണിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ 3 എണ്ണം ഫൗളായിരുന്നു. 3 എണ്ണം ഫൗളായിരുന്നു. അതായത് സമ്മതിച്ചു. ഓക്കെ, നമ്മുടെ ടോട്ടൽ ഇവിടെ ക്രൂ അവർ തന്നിട്ടുള്ള ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 6 മുട്ട. സത്യം, ഇവര് തോറ്റിരിക്കുന്നു, നിങ്ങളുടെ ടീം ജയിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാം നമ്മൾ അംഗീകരിച്ച സ്ഥിതിക്ക് ധൈര്യമായിട്ട് കൊടുത്തോളൂ. ഏറ്റുവാങ്ങാൻ അവർ നമ്മളൊരു നല്ല രസകരമായ ഒരു പണിഷ്മെന്റ് തോറ്റ ടീമിന്. ഇത്തവണയും നോബിച്ചേട്ടനാണ് അതിന് ലീഡ് ചെയ്യുന്നത്. നോബിച്ചേട്ടനാണല്ലോ നമ്മുടെ എല്ലാം. നോബിച്ചേട്ടനെ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു സംഭവം. ഒരു ബോംബ് ഉണ്ടെന്നെ വായിൽ വെച്ച് എന്നെ ഇല്ലാതാക്കിക്കളോ. ശരി, നോബിച്ചേട്ടന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നോബിച്ചേട്ടന്റെ കൂടെ വലതുവശത്തുള്ള നമ്മുടെ സുന്ദരിയായ മഞ്ജു ചേച്ചിയാണ് കൂടെ ഉള്ളത്. അപ്പൊ ഇവർ രണ്ടുപേരുടെ ചേർന്ന് ഇവിടെ ടാസ്ക് ഇതാണ്. മലങ്കുറവ ഏഴിമല കാട്ടിലെ മലങ്കുറവ. അത് നാടോട് നൃത്തം ചെയ്യുന്നതായിരിക്കും. നൃത്തം എനിക്ക് ഇഷ്ടമല്ല. മുല്ലപ്പും പല്ലിലോ കവിളിലോ അല്ലിമലർമിഴിയിലോ ഞാൻ മയങ്ങി. മുല്ലപ്പും പല്ലിലോ കൂത്തിക്കവിളിലോ അല്ലിമലർമിഴിയിലോ ഞാൻ മയങ്ങി. പല്ലാക്ക് മൂക്കു കണ്ടു ഞാൻ കൊതിച്ചു. പല്ലാക്ക് മൂക്കു കൊതിച്ചു. കല്യാണമെന്നു കെട്ടി കല്യാണമെന്നു കെട്ടി കൈപിടിക്കണ നാടൽ കൊല്ലാതെ കൊല്ലണ പൂമാരൻ. നമ്മെ കൊല്ലാതെ കൊല്ലണ പൂമാരൻ. മുല്ലപ്പും പല്ലിലോ കൂത്തിക്കവിളിലോ അല്ലിമലർമിഴിയിലോ ഞാൻ മയങ്ങി.